ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ സാധനം കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ അപ്പുറത്തെ ദീദി ഉണങ്ങാൻ വെച്ചേക്കുന്നതാണ്. റൗണ്ട് റൗണ്ട് വട പോലെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ തലയിടുന്ന ബണ്ണൊക്കെ പോലെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളൊരു ചോറ് വെച്ചിട്ട് വടിയെന്ന് പറഞ്ഞൊരു സാധനം ഉണക്കി എടുത്തിട്ട് കറി ഉണ്ടാക്കും. അതുപോലെ തന്നെ കടലമാവ് കൊണ്ട് ഗട്ടയ്ക്ക് സബ്ജി എന്ന് പറഞ്ഞ് ഈ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ ഇത് കടലമാവല്ല, അരിയാന്ന് തോന്നുന്നു. അപ്പോൾ ദീദി പച്ചക്കറി കണ്ടേ വാങ്ങാൻ പോയെന്ന് തോന്നുന്നു. കഥ കുറ്റിയിട്ടിട്ട് ഇവിടെ അങ്ങ് ആരുമില്ല, അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു നമുക്ക്. അപ്പോൾ എന്തായാലും ഇനി കാണുമ്പോൾ ഒന്ന് ചോദിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പ്രത്യേകിച്ച് മണമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എടുക്കാൻ പോയില്ല, കാരണം അവർ ഉണക്കി വെക്കുമ്പോൾ അത് ശരിയല്ലല്ലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. തൊണ്ട ഇപ്പോഴും കുറച്ച് മാക്രി പിടുത്തമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ നാടൻ പുരിങ്ങയൊക്കെ ഇട്ടിട്ട് തമിഴ്നാട് സ്റ്റൈൽ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഹോളി ഡേ ആട്ടോ. ഹോളി ആയിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഹോളി ആയിരുന്നു. അപ്പോൾ തുറന്നിട്ടിട്ടെല്ലാം വേവിച്ചിട്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട്, മസാലയൊക്കെ ഇട്ടിട്ട് ഇനി അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കൊടുത്തിട്ട് തുറന്നിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. ഇഡലിയുടെ അല്ലെങ്കിൽ ദോശയുടെയോ കറക്റ്റ് പാകത്തിന് മാവ് കളഞ്ഞു. എനിക്ക് സന്തോഷമാട്ടോ ഇത് കാണുമ്പോൾ, കാരണം എത്ര നാളായി ഇങ്ങനെ നുരച്ച് പതച്ചിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരുവിധം ചൂടായിട്ട് 2 ദിവസം പിടിക്കും ഒരുവിധം നന്നായിട്ട് പുളിക്കുക. എന്നാലും നമുക്ക് വിഷമമില്ല, പെട്ടെന്ന് ഈ രീതിയിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലിയും ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഉപ്പിട്ടിട്ട് ആദ്യം ഒരു 10 കൊച്ചിഡലി കേട്ടോ, എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. 10 ഇഡലി ആദ്യം ഉണ്ടാക്കി. അപ്പോൾ ഹോളി തലേ ദിവസം നമ്മുടെ മെയ്ഡ് വന്നേ ഉണ്ടോ. कल साड़ी पहन रही थी मैं, तो चूड़ियाँ अच्छी आ रही ना। मेहंदी लगाई थी कल। ഹോളിയുടെ അന്ന് ഇവരൊക്കെ ലീവ് എടുക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം വന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അവരെല്ലാത്തിനും മൈലാഞ്ചിയും വളയും ഭയങ്കരമായ മാലയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം. നമ്മളൊക്കെ വെറും കുതിര ഇടിച്ചാൽ വീട്ടിൽ നിൽക്കുന്നത്. വീട്ടിൽ നിന്നല്ല, പുറത്ത് പോകുമ്പോഴും ഞാൻ ഭയങ്കര മടിയാട്ടോ എനിക്ക് ഒരുങ്ങാനിപ്പോൾ. അവരെപ്പോഴും നല്ല കളർഫുള്ളായിട്ടാണ് നടക്കുന്നത്. എനിക്ക് പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗാണ്. അപ്പോൾ ഈ ഹോളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഉള്ളവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കിവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവരൊരു ഭാഗമെന്ന ഒരു സാധനമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു ഡേ ഒക്കെ. അപ്പോൾ ഇവർ മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിരിക്കണം. എനിക്കും രാഖയ്ക്ക് ഏറ്റവും പേടിയുള്ളൊരു വിശേഷമാട്ടെ ഈ ഹോളി. ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ. രാവിലെ പാലൊക്കെ വന്നിട്ട് രാഖ നമ്മുടെ നെറ്റ് വാതിലും കുറ്റിയിട്ടു, മെയിൻ വാതിലും ഒക്കെ കുറ്റിയിട്ടു. കാരണം പമ്മി അകത്തിരിക്കാമെന്ന് പറഞ്ഞു. ബഹളം കേൾക്കുന്നുണ്ടോ? നേരെ ഒരു പാർക്കുണ്ട്, അവിടെയാണ് ഇവർ കളിക്കുന്നതൊക്കെ കേട്ടോ. അതിനുശേഷം അവർ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ വന്നിട്ടാണ് കഴുകുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എന്തായാലും കുറച്ച് ലാവിഷാക്കാം, ഇന്ന് ഹോളിയൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ദോശ, ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കുറച്ച് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന നമ്മുടെ വെർമസലി പായസം, ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വെർമസലി ഒന്ന് വരട്ടി, പാലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദോശയും ചുട്ടെടുത്തു. വെർമസലി ഒന്ന് കുറുകി വെന്ത് വരുമ്പോൾ അതിലേക്ക് ബാക്കി പാലും കൂടെ വെച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ട് സിമ്പിൾ. ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇന്ന് ഒഴിക്കുന്നത്. ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പടപടീന്ന് നമ്മുടെ ദോശയിൽ നിന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. പിന്നെ ചട്നി. ഇപ്പോൾ സാമ്പാറും ദോശയും ഇഡ്ഡലിയും ചട്നിയും വെർമസലി പായസവും നമ്മുടെ ഹോളി സ്പെഷ്യൽ. ഇവിടെ പൂരിയും ഖീറും അവരുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറി, കടല, അതൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്ന് പറയാം. ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഇഡ്ഡലി സാമ്പാർ. അങ്കൂന് ശരിക്കും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുമല്ലേ, വെള്ളം നനയ്ക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ രാക്കയുടെ കണക്ക് കൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ആളുകൾ വന്ന് ബെല്ലടിച്ച് അകത്ത് കയറി. പിന്നെ അങ്കൂന് സുഖമില്ലാത്തതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തേ ഉള്ളൂ കേട്ടോ എൻ്റെ കൈ കണ്ടിട്ട്. പിന്നെ എനിക്കും ഈ വോയിസ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഞാൻ, അതുകൊണ്ട് എനിക്കും ചെറുതായിട്ടൊന്ന് തടവി തന്നതേ ഉള്ളൂ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ ഇവിടെ ഉള്ളവരെ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. ശരിയല്ലല്ലോ, അവരുടെ പെർമിഷൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹോളി ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇച്ചിരി മനസാക്ഷി ഉണ്ടായിരുന്നു എന്ന് ചെറുതായിട്ട് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. ജാക്കി നേരത്തെ പറഞ്ഞു അവൾക്ക് സുഖമില്ല. അവൻ്റെ കൈ പിന്നെ അങ്കൂൻ്റെ കണ്ടുകൊണ്ട് അങ്കൂനും കുഴപ്പമില്ലായിരുന്നു. ഹോളി കളിച്ച് കഴിഞ്ഞാൽ ആളുകൾ പോകുന്നുണ്ട്. ആ പാർക്കിൽ നിന്ന് നമ്മുടെ ഇതിലേക്കൂടെയാണ് അങ്ങോട്ട് എല്ലാ ആളുകളും പോകുന്നത്. അതാണ് ഞങ്ങൾ പമ്മി ഇരുന്നത്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പായസവും ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി എല്ലാം റെഡി. അങ്ങനെ ഹോളിയും ചെറിയ രീതിയിൽ നമ്മളും ആഘോഷിക്കുന്നു നമ്മുടെ ദോശ ഇഡ്ഡലി വെച്ച്. രാഖയ്ക്ക് ഒരു സമാധാനം ഇനി വരില്ല കേട്ടോ. ഒരു കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ല. അങ്ങനെ ഹോളി കഴിഞ്ഞു. അങ്കുൻ്റെ ഫ്രണ്ട്സ് കണ്ടോ, അവരും ഇവിടെ നിന്ന് പറയുന്നത് കേട്ടു, അങ്കിത്തിൻ്റെ വീടാ നമുക്ക് പോകാമെന്നൊക്കെ. ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. ഇപ്പം പിള്ളേർക്ക് അറിയാം എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്ന. ബാഡ്മിൻ്റനൊക്കെ ഇപ്പോൾ പോകുന്നില്ലല്ലോ, സ്കൂളിലും പോകാത്തതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ അവർക്ക് അറിയാം.
അപ്പോൾ ഈ പിള്ളേരാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ കഴുകാൻ എല്ലാവരും വരുവേ. നമ്മുടെ ഡിന്നർ ഇന്ന് നോർത്ത് ഇന്ത്യൻ ആവട്ടെ എന്ന് വെച്ചു. നമ്മുടെ പനീർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണല്ലോ പനീർ. സിമ്പിളായിട്ടൊരു ഹോം മെയ്ഡ് പനീർ ബട്ടർ മസാല. അതിനായിട്ട് എല്ലാം അരച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കി വെക്കും. ഒരുപാട് കുറുക്കുന്നുമില്ല, എന്നാൽ ലൂസാക്കുന്നുമില്ല. അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ പനീർ ചെയ്ത് വെച്ചത് ക്യൂബ്സ് ആക്കിയിട്ട് ഇതിലേക്കിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. സിമ്പിൾ ഒരു പനീർ ബട്ടർ മസാല. കുറച്ച് എണ്ണയിലൊന്ന് വഴിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ആ ബട്ടർ ഇട്ടത്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നുമില്ല, കാരണം പനീർ ഓൾമോസ്റ്റ് ഹെവി ആണല്ലോ. അപ്പം നല്ലതായിട്ട് ഒരുവിധം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. സിമ്പിൾ, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഹെൽത്തി ഡിഷ് തന്നെയാണ് ഈ പനീർ. വെജിറ്റേറിയൻസിന് ശരിക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പനീറും സോയയൊക്കെ. കൂടെ ചപ്പാത്തി പിന്നെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടാണ് പനീറിലേക്ക് കയറിയത്. അപ്പോൾ പനീർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതങ്ങ് ഉണ്ടാക്കിയെടുത്തു. ചില സമയം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്തായാലും ഡിന്നറും അങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടി. ശരിക്കും മോളിക്ക് മുന്നേ ചന്ദ്രഗ്രഹണമായിരുന്നല്ലോ. 3 തൊട്ട് 6 വരെ അന്ന് ഭക്ഷണം പോലും കഴിക്കരുതെന്നൊക്കെ രാക്കയുടെ ഓഫീസിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിച്ചൊന്നുമില്ല കേട്ടോ. പകല് എന്ത് ഭംഗിയാണ്, എന്തോ ഒരു പ്രത്യേക രക്തചന്ദ്രനോ അങ്ങനെ എന്തോ പറയുന്നതും കേട്ടു. അതിൻ്റെ റിഫ്ലക്ഷൻ താഴെ ലൈറ്റ് അണച്ചാൽ നന്നായിട്ട് കാണാം. എന്ത് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ലൈറ്റുകൾ കാരണം കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ പുറത്ത് നിന്ന് എടുത്തു. അങ്കൂനൊരു കുഞ്ഞു ബൈനോക്കുലറൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അവൻ നോക്കാനൊക്കെ നോക്കുന്നുണ്ടോ. ഇന്ന് ഉറപ്പായിട്ടും ചന്ദ്രനെ ഇറങ്ങി കാണണം എന്നൊക്കെ ഉണ്ട്, ഭാഗ്യമാണ് എന്നൊക്കെ പറയാം. എന്തായാലും ഞാനിങ്ങനെ ഈ നല്ല പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് അത് ഉദിച്ച് വരുന്നതൊക്കെ കാണാമല്ലോ. കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ രാക്കയെടുത്തും പറഞ്ഞു, രാക്കയെ വന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ ചന്ദ്രനെ കണ്ടാൽ എന്തെങ്കിലും വിഷൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളൊക്കെ നടക്കും എന്നൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വാഴാത്തൊരു സാധനമാണ് ഇത് കേട്ടോ, ഫ്ലാസ്ക് അധികം ഉപയോഗം ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. പക്ഷേ എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ രാത്രിയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയി. ഇവിടെ വാഴത്തില്ലെന്ന് പറഞ്ഞാൽ ആദ്യം പണ്ടത്തെ ടൈപ്പിലൊരു പൊട്ടുന്ന ഒരു സൈസിൽ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, അത് 2 പൊട്ടിപ്പോയി. പിന്നെ ഇതുപോലത്തെ സ്റ്റീൽ 2 വാങ്ങിച്ചിട്ട് ഒരെണ്ണം എവിടെയോ യാത്ര പോയപ്പോൾ കളഞ്ഞു. രണ്ടാമത്തത് ഇപ്പോൾ നോക്കിയപ്പോൾ ചൂടാവുന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് മിൽട്ടൻ്റെ തന്നെ പെട്ടെന്ന് രാക്കയെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്താണ്. സംഭവം എത്തിയിട്ടുണ്ട്. രാത്രിയിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ചാലേ നമുക്ക് കുടിക്കുമ്പോൾ ഈ തൊണ്ടയ്ക്ക് പ്രശ്നം വരുമ്പം ഒരുപാട് ഉപയോഗമല്ലേ. ഒരു കെറ്റിലുണ്ടായിരുന്നത് അതും കേടായി. പിന്നെ ഇവിടെ ഹോളിക്ക് ഒരു ദിവസം മുന്നേ ഹോളികാ ദഹൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ശരിക്കും രാത്രി 7:30 ഞാൻ TV എന്തോ കണ്ടുകൊണ്ടിരുന്നു മറന്നുപോയി. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ പുക മാത്രമേ കാണുന്നുള്ളൂ, തീയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞു ഹോളിഡേ. ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.